ഇവിടെ നിന്നാണ് നമ്മൾ ട്രീ നോക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ടൊരു ലോകാണ് കേട്ടോ. എന്താ ബക്കറ്റും പിടിച്ചൊക്കെ നടക്കുന്ന നമ്മളങ്ങനെ സക്സസ്ഫുള്ളി അവിടെ ഉണ്ട് കേട്ടോ. ട്രീ മാത്രം മേടിച്ചില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകാണ് കേട്ടോ. തൃശ്ശൂർ ക്രിസ്മസ് മാർക്കറ്റ് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല. നമ്മുടെ പുത്തമ്പള്ളിയുടെ സ്ട്രീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡിസംബർ എന്ന് പറഞ്ഞ മന്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയ കാരണം എനിക്കെന്തോ കാണാനും ആ ഒരു പിന്നെ കുറച്ച് തണുപ്പുള്ളൊരു ടൈമും എന്നൊക്കെ ആയത് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം നമ്മളുള്ളത് സെലക്ട്സ് മാളിലാണ് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അത്രയേ ഉള്ളൂ. സെലക്ട്സ് മാളിൻ്റെ ഇടനാഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നു. ഓക്കെ, അപ്പം ഇനി ക്രിസ്മസ് മാർക്കറ്റിലെത്തിയിട്ട് കാണാം. ഇത് കൊള്ളാം, ഇത് നല്ല രസമുണ്ട്. ഇത് ബെഡ്റൂമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ കാണിക്കേ. മാർക്കറ്റ് മൊത്തം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളാണ്. ഞാൻ ബാക്കിയുള്ള മാർക്കറ്റൊക്കെ കാണിച്ചു തരാം. വാവ്, മാർക്കറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര തിരക്കാ. ഇന്നൊരു വീക്ക് ഡേ ആണ് കേട്ടോ, എന്നിട്ട് ഇത്ര തിരക്കാ. കാര്യമായിട്ടുള്ള തപ്പലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ഓരോ ഏരിയാസാണ് കേട്ടോ. ഇവിടേക്കൊന്നും ഞങ്ങൾ വന്നിട്ടേ ഇല്ല. ഇവിടേക്കൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു. നമ്മൾ ആ റൂട്ടിൽ കൂടെ പോകാറുള്ളൂ. ഈ ചെറിയുടെ സാധനം എന്തായാലും മേടിക്കണം. ട്രീ എത്രയായിരുന്നു? വൈറ്റ് സിൽവർ തീമാണ് നമുക്ക്. എന്താ ആ തീം ഫുൾ കളേഴ്സ് വേണ്ട, ഇങ്ങനെ വൈറ്റ് തീമിലെടുക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ തീമിൽ. ഇത് വേണ്ട, ഗോൾഡൻ അല്ലേ കുറച്ചുകൂടി ലക്ഷറി. വില ചോദിച്ചു, വില നോക്കിയിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാം. എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും. പക്ഷെ ഇതിൽ നമ്മൾ നിറച്ചിടുന്നില്ല, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ യെല്ലോ വാം ലൈറ്റ് കൊടുക്കും, അപ്പോൾ ഭംഗി ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നതേ വൈറ്റ് മാത്രം കൊടുത്താൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ലെങ്കിലോ വെച്ചിട്ട് സിൽവറും റെഡും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഭംഗി ഉണ്ടാവും. കണ്ടോ, ഇത് 2 പാക്കറ്റ്, ഇത് 2 പാക്കറ്റ്. പിന്നെ ഇതിൻ്റെ 2 ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റാർ, വൈറ്റ് സ്റ്റാർ 3 എടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാർ. ട്രീ വാങ്ങണം കേട്ടോ. മെയിൻ സാധനം വാങ്ങിച്ചിട്ടില്ല, നമ്മളിതൊക്കെ വാങ്ങിയത്. വാ, ഇതിന് ട്രീ വാങ്ങും. അല്ല, ഇതൊക്കെ ആദ്യം ബില്ല് ചെയ്തിട്ട് പിന്നെ ട്രീ വാങ്ങും. എന്താ ബക്കറ്റും പിടിച്ചൊക്കെ നടക്കുന്നത്? ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ ബക്കറ്റിലാട്ടോ എല്ലാവരും എടുക്കുന്നത്. കണ്ടോ, എല്ലാവരുടെ കയ്യിലൊരു ബക്കറ്റ് കാണാം. സംഭവങ്ങളോ, നമ്മളിത് ഏകദേശം നോക്കട്ടെ, ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ബെല്ല്, സ്റ്റാർ, നമ്മുടെ തീം മനസ്സിലായല്ലോ. ഇങ്ങനെ തീമിൽ കുറേ എടുത്തിട്ടുണ്ട്. ഇത് എടുക്കണോ വേണ്ടെന്നുള്ളൊരു ഡൗട്ടിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. എന്താ ചെയ്യണ്ടേ? അധികം വിലയൊന്നുമില്ല, പക്ഷെ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു വില വരുമല്ലോ. ഈ ബക്കറ്റ് നിറയുകയാണെങ്കിൽ അടുത്ത ബക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ബക്കറ്റ് നമ്മളങ്ങനെ നിറക്കുന്നില്ല. അത് നോർമൽ സ്റ്റാറാടാ. എനിക്ക് മറ്റേ കുറേ വാലുള്ള സ്റ്റാർ വേണം. നമ്മൾ കുറേ എണ്ണുള്ളത് എടുത്ത് നോക്കണത്. ഇനി ഈ സംഭവങ്ങളൊക്കെ ഇല്ല, ഇതിനൊക്കെ എന്താ പറയാന്നറിയില്ല. അത് എടുക്കണോ എനിക്കൊരു ഡൗട്ട്.
ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നോക്കാം. ഫൈനലി നമ്മളെല്ലാം മേടിച്ചു, സാധനങ്ങളൊക്കെ കിട്ടി. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി കുറച്ചധികം ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കുറച്ചധികം ഐറ്റംസ് നമ്മൾ മേടിച്ചു. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എല്ലാം കൂടി മാക്സിമം ഒരു അങ്ങോട്ട് നമ്മൾ ഇവിടെയും കൂടി കയറി വെക്കാം. നമ്മൾ ട്രീ വേറൊരു ഷോപ്പിൽ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ട്രീ ഓർണമെൻറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 1000 സംതിങ് ആയിട്ടുണ്ട്. ഇനി ട്രീയും കൂടി വാങ്ങി, പിന്നെ 1-2 ഡെക്കറേറ്റിംഗ് ഐറ്റംസും കൂടി എനിക്ക് ഉണ്ട് വാങ്ങാനായിട്ട്. സ്റ്റാർ മേടിച്ചു. ഒക്കെ കഴിഞ്ഞാൽ സെറ്റായി. ഇത് ഞാൻ എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചത്. ഇത് ട്രീയുടെ സൈഡിലൊക്കെ വെച്ച് 10 രൂപ ഒരു ബ്രാഞ്ചിന് 10 രൂപ. അതായത് ഇതിന് 10 രൂപ. ഒരു ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. 5 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി മേടിച്ചു. ഇനി മെയിൻ സാധനം ട്രീ മേടിച്ചിട്ടില്ല. അയ്യോ അജിത്ത് അവിടെ ഉണ്ട് കേട്ടോ. ട്രീ മേടിച്ചിട്ടില്ല. ട്രീ മേടിക്കാനായിട്ട് പോവാണ്. ട്രീക്ക് ഒരു സ്ഥലത്ത് കുറച്ച് വില കുറവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങണോ ഇവിടെ നിന്ന് വാങ്ങണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ ഇവിടെ നിന്നൊരു മാല ബൾബ് കൂടി മേടിച്ചു കേട്ടോ. കണ്ടോ, ഒരു 10 മീറ്റേഴ്സിൻ്റെയാണ് മേടിച്ചത്. പാം ലൈറ്റ് കഴിഞ്ഞു. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീയിലിടാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചോടാം. ട്രീ മാത്രം മേടിച്ചില്ല. വീടിൻ്റെ അടുത്ത് ബുഷ് വെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വീടിൻ്റെ ഫ്രണ്ടിലും മതിലിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബുഷ് എന്നൊക്കെ ഉണ്ട്. അത് വെട്ടിയിട്ട് പിന്നെ പോടാ. അയ്യോ ഇവിടേക്കൊക്കെ ഇരുട്ടായല്ലോ. ഇവിടെയൊക്കെ കടകൾ അടച്ചു കൂട്ടാ. ഓക്കെ, നമുക്ക് ആ ട്രെയിൻ കൂടി വാങ്ങിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ആണ് നമ്മൾ ട്രീ നോക്കുന്നത് കേട്ടോ. ഈ ഒരു ട്രീ ആണ് നമ്മൾ നോക്കി വെച്ചിരിക്കണത്. ദിസ് വൺ, ഇത് കേട്ടോ. ഇത് കൺഫ്യൂഷൻ ആയല്ലോ. ട്രീ കൺഫേം ചെയ്തു. അജിത്ത ട്രീ കൺഫേം അല്ലേ? ഞാനൊക്കെ തന്നെ കൊലയല്ലേ. കുഴപ്പമില്ല, നടന്നത്ര കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനത്തെ കോലിക്കാവും. ഇതാണ് നമ്മുടെ ട്രീ പാക്കിംഗ് ആണ് കേട്ടോ. ബാക്കി എല്ലായിടത്തും ബോക്സ്. ഇവിടെ നല്ല സാറ്റിൻ ക്ലോത്തിലാണ്. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ഇപ്പം ഇത് MG റോഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കുക. ട്രീ ആയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ കാറൊന്നും എടുത്തില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കാർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മുന്നേ കുട്ടി കണ്ട് 2 വീലർ എടുത്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഒരു നൈറ്റ് റൈഡും ആവുമല്ലോ. നോക്കൂ, ചിരിക്കുക. ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പി കേട്ടോ. എനിക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിക്കാൻ പോവാം. ഇറങ്ങി ഇവിടെ വെസ്റ്റ് ഹോട്ടൽ തട്ടിൽ വന്നിട്ട് നല്ല സൂപ്പും നല്ല ഫ്രൈഡ് റൈസും കഴിക്കാനുള്ളൊരു പ്ലാനിലാണ്. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ട്രീ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രീ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കൂടി എടുത്തിട്ട് ട്രീ സെറ്റ് ചെയ്യുന്നത് ലൈറ്റ് ചെയ്യുന്നതൊക്കെ കൂടി കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന്. പിറ്റേ ദിവസമായി. അപ്പോൾ സായു ഇതേ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അജിത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇത്തവണ ട്രീ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ സായു ഇതേ സ്കൂളിലൊന്നും പോവാണ്ട് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ലേ ചെയ്യാ? എന്തിനാ ഇരിക്കുന്നേ? ട്രീ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ട്രീ സെറ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ പറയും. ഓക്കെ, നമ്മളിവിടെയല്ലേ ട്രീ സെറ്റ് ചെയ്യുന്ന? അപ്പൊ ഇവിടെയാണ് ട്രീ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പുൽക്കൂടിന്റെ പ്ലാനൊന്നും ഇപ്പൊ ഇല്ല, മേ ബി വരാം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ എല്ലാം പോയി ഞങ്ങൾ എടുത്തിട്ട് വരാം. ഓക്കെ പറയാം അവരോട്. ഓക്കെ പറയാം. ഓക്കെ, ഇപ്പൊ വരാന്നറിയാം. ഇപ്പൊ വരാം. ഇനി ജസ്റ്റ്
ചെയ്താൽ മതി. അപ്പൊ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തേ. നിങ്ങളുടെ സൈഡിലേക്ക് നിൽക്കും വെക്കേ. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ ഷായു? നമുക്ക് ചെയ്യാൻ റെഡി അല്ലേ? അപ്പൊ അവരോട് പറയും ഇപ്പൊ റെഡിയാക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. അവരോട് പറയും ഇപ്പൊ ചെയ്തിട്ട് തരാം. നോക്ക് 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 നോക്ക്. നീ എവിടെ ഇടണ്ടേ? ഇവിടെ ഇട് ഷായോ. ഇവിടെ ഇട്. ഇതും ഇട്. ഇതെത്തുവോ? എന്നിട്ട് ചായ അടിയിലിട്. അടിയിലിട്ടോ. ഇത്രയും വലിയൊരു ട്രീ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം സ്റ്റാർ ഇട്ടു, മാല ബൾബ് ഇട്ടു, ട്രീ ഓർണമെന്റ്സ് ഇട്ടു, എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ. ചേച്ചിക്ക് ഞങ്ങൾക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ഞാനും അജിത്തും സായും കൂടിയിട്ട് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇതിങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ട്രീയും സ്റ്റാറും എല്ലാം കാണിച്ചു തരാം.